കണാക്കൊണ പേര് രസമുണ്ടല്ലേ. ബൈക്ക് ടാക്സിയിൽ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മൾ കോവിഡിന് ശേഷം ആദ്യമായിട്ട് കേരളത്തിന് പുറത്തേക്ക് ഒരു ടൂർ പോവുകയാണ്. വേറെങ്ങുമല്ല, നമ്മുടെ ഗോവയിലേക്ക് പോവുകയാണ്. ഗോവയിൽ ഇപ്പോൾ ഓഫ് സീസൺ കഴിഞ്ഞ് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നൊരു സമയമാണ്. രണ്ടിനും ഇടയ്ക്കുള്ള ഒരു സമയമാണ്. ഇപ്പോൾ ഒക്ടോബർ പകുതിയായിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് നമ്മൾ ഗോവയിലേക്ക് പോകുന്നത്. നോർത്ത് ഗോവയിൽ പൂജ ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് തിരക്ക് കൂടുതലല്ല. അതുകൊണ്ട് തിരക്കിലേക്ക് നമ്മൾ പോകുന്നില്ല. സൗത്ത് ഗോവയിലേക്ക് പാലോളിം ബീച്ച് അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ പോകുന്നത്. 2 ദിവസത്തേക്ക് ഞാനവിടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ അവിടെ ചെന്നിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ദൂസാഗർ വാട്ടർഫാൾസ് അങ്ങനെയൊക്കെ നമുക്ക് പോകണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും ഗോവൻ സീരീസ് ഇവിടെ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ന്യൂ എപ്പിസോഡ് ഓഫ് ട്രാവൽ നോട്ട്സ്. ജോലി തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ശരിക്കും ഒരു ഒളിച്ചോട്ടമായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ്. യാത്രകൾക്ക് സ്ഥിരം കൂടാറുള്ള സുഹൃത്തുക്കളോട് പോലും പറയാതെ തലേദിവസം മാത്രം വീട്ടിലും പറഞ്ഞ് തൽക്കാലിൽ ടിക്കറ്റും ബുക്ക് ചെയ്ത് ഒരു ഒളിച്ചോടൽ. സാധാരണ ഗോവ എന്ന് കേൾക്കുമ്പോൾ പബ്ബുകളും ബാറുകളും ബീച്ച് ടൂറിസം ഒക്കെ ആയിരിക്കും മനസ്സിൽ കയറുക. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഗോവയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനും കുറച്ച് ചരിത്ര പ്രാധാന്യം നേരിട്ട് അറിയാനും ഒക്കെ ആയിട്ട് തിരക്കിൽ നിന്നെല്ലാം മാറി നമ്മൾ സൗത്ത് ഗോവയിലോട്ടാണ് ഈ ഒരു ട്രിപ്പ്. നമ്മളങ്ങനെ ഗോവയ്ക്ക് വന്നത് തിരുവനന്തപുരം കൊച്ചുവേളിയിൽ നിന്ന് 3:30 എടുക്കുന്ന കൊച്ചുവേളി ശ്രീനഗർ എക്സ്പ്രസ്സിലാണ്. അതായത് നാളെ രാവിലെ 10:15 മഡ്ഗൗണിലെത്തും. മഡ്ഗൗവിൽ നിന്ന് എനിക്ക് പാലോളിം ബീച്ചിലേക്കാണ് വരേണ്ടത്. അവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ, ഏകദേശം 36 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് പാലോളിം ബീച്ചിലോട്ട് വരണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ എക്സ്പെൻസ് എത്രയാണെന്നൊക്കെ ഉള്ളത് നമ്മൾ ഈ സീരീസിൻ്റെ ലാസ്റ്റിൽ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ 3:15 ട്രെയിൻ കയറി. ഇന്നിപ്പോൾ 2ാമത്തെ ദിവസമാണ്. രാവിലെ 7:45 ആന്ധ്രാപ്രദേശൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ 10:15 മഡ്ഗാവ് സ്റ്റേഷനിൽ ഇറങ്ങേണ്ടത്. അവിടെ നിന്ന് പിന്നെ നമുക്ക് പാലോളിം ബീച്ചിലേക്ക് വരണം. ഇപ്പോൾ നമുക്ക് ഏതൊക്കെ ഒരു തുരങ്കത്തിനടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഗോകർണ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ്. ഇപ്പോൾ ഇവിടെ ചേഞ്ചിങ്ങിന് വേണ്ടി നിർത്തിയിട്ട് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴേ 1 മണിക്കൂർ ട്രെയിൻ ലേറ്റാണ് കേട്ടോ. 10:30 നമുക്ക് മഡ്ഗാവ് എടുത്തേണ്ടത്. ഇനി ഒരു 11:30 മഡ്ഗാവ് എത്തും. 1 മണിക്കൂർ ലേറ്റാണ്. നമ്മുടെ കേരളം കർണാടകയൊക്കെ വിട്ടെങ്കിലും ഇപ്പോഴും ആ പച്ചപ്പ് മാറിയിട്ടുണ്ട്. നല്ല മനോഹരങ്ങളായ സ്ഥലങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മൾ ഗോവയിൽ എത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് ഇറങ്ങേണ്ടിയിരുന്നത് മഡ്ഗോൺ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത്. പക്ഷേ ഞാൻ ഇറങ്ങിയത് കണാക്കൊണ പേര് രസമുണ്ടല്ലേ, കണാക്കൊണ എന്ന സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. എനിക്ക് പോകേണ്ടത് പാലോളിം ബീച്ച്. അപ്പം മഡ്ഗാവിൽ നിന്ന് പാലോളിം ബീച്ചിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഏകദേശം ഒരു 30-36 കിലോമീറ്റർ ഉണ്ട്. 1 മണിക്കൂറോളം എടുക്കും. ഇപ്പോൾ ട്രെയിന് ലേറ്റായിട്ടാണ് ഇവിടെ എത്തിയത്. 10:30 മഡ്ഗാവിൽ എത്തേണ്ട ട്രെയിൻ കണാക്കൊണ എത്തിയപ്പോൾ തന്നെ 11 മണിയായി. 11 മണി കഴിഞ്ഞു. അപ്പോൾ ഞാൻ മാപ്പ് നോക്കുമ്പോൾ എനിക്ക് പോകേണ്ട സ്ഥലത്ത് വെറും 1.5 കിലോമീറ്ററേ ഉള്ളൂ ഈ കണാക്കൊണയിൽ നിന്ന്. വീണ്ടും മഡ്ഗാവിൽ പോയിട്ട് തിരിച്ചു വരേണ്ടതില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ തന്നെ കുറച്ച് നടക്കണം. പാലോളിം ബസ് സ്റ്റേഷനുണ്ട്. സ്റ്റേഷൻ അടുത്തേക്ക് നടന്നിട്ട് അവിടെ നിന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. മൊത്തത്തിൽ 1.5 കിലോമീറ്ററേ ഉള്ളൂ ഞാൻ ബുക്ക് ചെയ്യുന്ന ഹോസ്റ്റലിൽ എത്താൻ വേണ്ടിയിട്ട്. നോർമലി ഈ ട്രെയിനിന് ഈ കണാക്കൊണ സ്റ്റോപ്പില്ല. മഡ്ഗാവിൽ മാത്രമേ സ്റ്റോപ്പുള്ളൂ. ഇത് ചേഞ്ചിങ്ങിന് വേണ്ടി ഇവിടെ പിടിച്ചിട്ടുകൊണ്ടാണ് നമുക്കിവിടെ എളുപ്പത്തിൽ ഇറങ്ങാൻ പറ്റിയത്. ഒരു 1.5 മണിക്കൂർ ലാഭ് ചെയ്യാം. അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. രാവിലെ ഒരു ചായ കുടിച്ചതേ ഉള്ളൂ. ട്രെയിനിൽ നിന്ന് രാവിലെ നാസ്തയൊന്നും വാങ്ങിയില്ല. കാരണം ബ്രെഡ് ആംപ്ലേറ്റോ ബ്രെഡോ ഒന്നും നമുക്ക് മുതലാകത്തില്ല. എന്തായാലും ഹെവി ആയിട്ട് കഴിച്ചേ പറ്റൂ. ഇനി എന്തെങ്കിലും കഴിക്കാൻ കൂടി ചെയ്യണം. കഴിച്ചിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് പോകാം. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്, ബസ് സ്റ്റാൻഡിലോട്ട് പോയത്. ബസ് സ്റ്റാൻഡ് ആ സൈഡിലോട്ട് പോയി കഴിക്കാമെന്ന് വെച്ചെങ്കിലും അത്ര നല്ല ഹോട്ടലായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് പുറകോട്ട് തന്നെ വന്നു. ഉടുപ്പി ഹോട്ടൽ കോസ്റ്റൽ പ്ലേറ്റ്. ഇവിടെ നിന്ന് കാപ്പി എന്തെങ്കിലും കഴിച്ചിട്ട് ബാക്കി നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകുന്നത്. ഹെവി ആയിട്ട് കഴിക്കണമെന്ന് പറഞ്ഞ് കയറിയിട്ട് കിട്ടിയത് പൂരിയും നെയ്റോസ്റ്റൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റും അല്ല ലഞ്ചും അല്ലാത്തൊരു സമയത്താണ് നമ്മൾ ചെന്ന് കയറിയത്. അപ്പോൾ അതുകൊണ്ട് കിട്ടിയതും കഴിച്ചു. ഇനി നമുക്കൊരു 1.5 കിലോമീറ്ററേ ഉള്ളൂ ഹോസ്റ്റലിലേക്ക്. അപ്പോൾ എനിക്കൊന്ന് ATM കയറണം.
പിന്നെ ഇവിടെ നിന്നൊരു ഓട്ടോറിക്ഷനെ വിളിച്ചിട്ട് നേരെ ഹോസ്റ്റലിലേക്ക് പോവാം. ഈ ഓട്ടോയിലൊന്നും ഡ്രൈവർമാരില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ബൈക്ക് ടാക്സി ഉണ്ട്, നമുക്കത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് കണാക്കുണയിൽ നിന്ന് നേരെ ഒരു ബൈക്ക് ടാക്സിയിലേക്ക് ആ ഹോസ്റ്റലിലേക്ക് പോയത്. ഇവിടെ ഒരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. പുള്ളി പറഞ്ഞ 50 റുപ്പീസാണ് പുള്ളി പറഞ്ഞ റേറ്റ്. ഈ വീഡിയോ നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ മുതൽ ഗോവയിൽ ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോസ്റ്റൽ റൂം വരെയുള്ള വിശേഷങ്ങൾ മാത്രമാണ്. ശരിക്കും ഗോവൻ കാഴ്ചകൾ അടുത്ത വീഡിയോ മുതലായിരിക്കും. ഇനി ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോകൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇതാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോസ്റ്റൽ, ലോസ്റ്റ് ഹോസ്റ്റൽ. അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വിശ്രമിക്കണം. അപ്പോൾ ഈ വീഡിയോ നമ്മൾ നാട്ടിൽ തിരുവനന്തപുരത്ത് നിന്ന് ഗോവ ഹോസ്റ്റലിൽ വരെ എത്തിയുള്ള ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത ദിവസങ്ങളിൽ തുടർന്നുള്ള ഗോവൻ കാഴ്ചകളൊക്കെ ആയിരിക്കും. വീണ്ടും പുതിയ വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. താങ്ക് യു.